തമിഴ്നാട് രാഷ്ട്രീയം എങ്ങുമെങ്ങും എത്താത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഏറ്റവും വലിയ മുന്നണിയായി ടി വി കെ 80 102ഓളം സീറ്റുകളായിട്ട് മുമ്പ് 108 സീറ്റുമായിട്ട് മുമ്പിലുണ്ട്. 108. ആ, അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കുള്ളൊരു 118 വേണം മിനിമം മെജോറിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതില്ലേനും ഇപ്പോൾ കോൺഗ്രസ് പിന്തുണ കൊടുത്തു. കോൺഗ്രസിൻ്റെ 5 MLA മാരുണ്ട്. അപ്പോൾ അങ്ങനെ 113 എത്തുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ CPM-ന് 2 സീറ്റ്, CPI-ക്ക് 2 സീറ്റ്, IUML-ന് 2 സീറ്റ്. അതിലിപ്പം IUML ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു അവർ DMK-യുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളത്. ഇന്നിപ്പോൾ പറയുന്നത് CPI-യും CPM എന്ന ഒരു തീരുമാനം പറയുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറുവശത്ത് ഈ പറഞ്ഞ പോലെ ബന്ധവൈരികളായ AIDMK-യും അതുപോലെ DMK-യും തമ്മിലൊരു അന്തർധാര വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സ്റ്റാലിൻ എടപ്പാളി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയായിട്ട് മുമ്പോട്ട് വെക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ശരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ വിജയ്ക്കാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ അനുവാദം കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം AIADMK BJP സഖ്യത്തിന് 50 സീറ്റിൽ താഴെയാണ്. DMK കോൺഗ്രസ് മുൻപ് കോൺഗ്രസ് സഖ്യമായിരുന്നു, ഇപ്പൊ കോൺഗ്രസ് അതിൽ നിന്ന് മാറി DMK സഖ്യത്തിന് 53-54 സീറ്റ്. വിജയ്ക്കാകട്ടെ, വിജയുടെ TVK തമിഴ് വെട്രി കഴകത്തിനാകട്ടെ 108 സീറ്റുണ്ട്. അപ്പൊ നിശ്ചയമായിട്ടും ബഹുദൂരം മുന്നിലാണ് അവര്. ഈ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി വിജയ് ആണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല, TVK ആണെന്നുള്ളതിൽ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഫവാസ് പറഞ്ഞതുപോലെ തമിഴ്നാട് നിയമസഭയുടെ അംഗബലം എന്ന് പറയുന്നത് 234 ആണ്. ആ 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 118 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ വിജയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇനി മലയാളത്തിൽ ഇങ്ങനെ പറയും, ഇല്ലത്തും ഇറങ്ങുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയതുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. ഈ മന്ത്രിസഭ രൂപീകരിക്കാൻ തുനിഞ്ഞിറങ്ങി, പക്ഷേ അത് അവിടെ ആ കസേരയിൽ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. കോൺഗ്രസ് 5 MLA-മാരുടെ പിന്തുണ വിജയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 108, 5, 113. എങ്കിലും ഈ മാന്ത്രിക സംഖ്യ 118-ലേക്ക് വീണ്ടും ഒരു 5 MLA-മാരുടെ ആവശ്യമുണ്ട്. ഇതാണ് പ്രതിസന്ധി. വിജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ദ്രാവിഡ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് അവര് അങ്കലാപ്പിലായി. പലരും ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നപ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് ദ്രാവിഡ പ്രസ്ഥാനവുമായിട്ട് യോജിക്കാത്ത ആളാണ് വിജയ്. അദ്ദേഹം അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ദ്രാവിഡ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരുടെ 2 ഐഡിയോളജിക്കൽ പൊസിഷൻസിനെ വളരെ കൃത്യമായിട്ട് എതിർത്തിട്ടാണ് വിജയ് ഇലക്ഷന് മത്സരിച്ചത്. ഇത് പരസ്യമായ ഒരു സംഭവമാണ്, അല്ലാതെ രഹസ്യമായിട്ട് വിജയ് അജണ്ട വിളിച്ചു കടത്തിയൊന്നുമില്ല. വിജയ് പറഞ്ഞു, എനിക്ക് തോന്നുന്നു എല്ലാ ദ്രാവിഡ നേതാക്കന്മാരുടെയും ചിത്രം വെച്ചിട്ടാണ് വിജയ് പറഞ്ഞ പോലെ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുള്ളത്. അവരുടെ എല്ലാ നേതാക്കന്മാരുടെയും ഫോട്ടോയിൽ കാണാൻ പറ്റും നമുക്ക്. അത് അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അടിസ്ഥാന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് എത്തീസം. അതായത് നിങ്ങൾ ഒരു ഗൂഗിൾ അടിച്ച് നോക്കിയാല് വിജയ് താൻ വിശ്വാസിയാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ DMK-യുടെ അല്ലെങ്കിൽ AIDMK-യുടെ ഈ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മൂല്യം ആണ് ഈ എത്തീസം. പെരിയോർ EV രാമസ്വാമി നായ്ക്കർ ആണ് നിരീശ്വരവാദം തമിഴ്നാട്ടിൽ കൊണ്ടുവന്നത്. ആ നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ അടിസ്ഥാന ശിലകളിലാണ് ദ്രാവിഡ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയത്. ഇനി ഞാൻ ഫവാസ് പറഞ്ഞതിന് മറുപടി പറയാം. ബഹുമാനിക്കുന്നതും വിശ്വസിക്കുന്നതും രണ്ടും രണ്ടല്ലേ. നമുക്ക് ഇപ്പം ഇസ്ലാം മത വിശ്വാസ പ്രകാരം ജാറങ്ങളിൽ പോയി ആരാധന നടത്താൻ പാടില്ല, പക്ഷെ ബഹുമാനിക്കാമല്ലോ. ബഹുമാനിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ആ രീതിയിൽ ദ്രാവിഡ പ്രസ്ഥാനത്തെ വിജയ് അപമാനിക്കുന്നില്ല, ദ്രാവിഡ നേതാക്കന്മാരെ വിജയ് തള്ളി പറയുന്നില്ല. പക്ഷേ അവരുടെ ആശയങ്ങളൊന്നും വിജയ് സ്വീകരിച്ചിട്ടില്ല, അവരെ ബഹുമാനിക്കുന്നുണ്ട്. അതൊരു പാരമ്പര്യത്തിനോടുള്ള ബഹുമാനമാണ്. ആ ബഹുമാനമാണ് ഈ പടങ്ങൾ വെച്ചതിൽ. പക്ഷെ ആ പടത്തിൽ ഒരു കാര്യവും ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഹിന്ദുമത വിശ്വാസിയാണെങ്കിലും വേണമെങ്കിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ ഒരു പടം വെക്കാം അവിടെ. എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ മതവിശ്വാസം മാറണമെന്നില്ല. ഇതിലെ ഒരു പ്രശ്നം, നമ്മൾ നടപ്പാക്കുന്ന നമ്മുടെ നയപരിപാടികൾ
അതിൽ മറ്റ് ദ്രാവിഡ പ്രസ്ഥാനത്തിന് നയപരിപാടി ഉണ്ടോ? രണ്ടാമത്തേത് ഹിന്ദിയായിട്ടുള്ള വിഷയം. ഈ ഡി എം കെ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ഡി എം കെയുടെ ആന്റി ഹിന്ദി പ്രൊട്ടസ്റ്റുകളും അതേസമയം ബി ജെ പിയുടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, രണ്ടിനെയും ഞാൻ എതിർക്കുന്നു എന്നാണ് വിജയ് പറഞ്ഞത്. വിജയ് അടിസ്ഥാനപരമായിട്ട് 2 ലാംഗ്വേജ് ഫോർമുലയിൽ തന്നെ വിശ്വസിക്കുന്ന, തമിഴും ഇംഗ്ലീഷിലും മാത്രമടങ്ങുന്ന ഒരു ഫോർമുലയിൽ വിശ്വസിക്കുന്ന ആളാണ്. അത് പറയുമ്പോഴും അദ്ദേഹം മറ്റു ഭാഷകൾക്കെതിരെ കലാപം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ഇലക്ഷൻ വിഷയമാക്കുന്നതിനോട് വിജയ് ഇതിന് ഭയങ്കര എതിർപ്പാണ്. അദ്ദേഹം പറഞ്ഞത് നഴ്സറി കുട്ടികൾ തമ്മിലുള്ള വഴക്ക് പോലാണ് ഇത് കാണുന്നത്, ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന് പറയുമ്പോൾ അത് ചെന്നെത്തുന്നത് 1960കളിൽ അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ദ്രാവിഡ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ചുമലിലേറിയാണ്. ഇവിടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഭക്തവത്സലൻ, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന അവസാനത്തെ കോൺഗ്രസ് നേതാവാണ് ഭക്തവത്സലൻ. അപ്പോൾ ഇനി മാത്രമല്ല, കോൺഗ്രസ് വിജയ്ക്ക് പിന്തുണ കൊടുക്കുമ്പോൾ കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞിരുന്നു. പെരിയോർ കാമരാജിനെ ബഹുമാനിക്കുകയും കാമരാജിന്റെ നയങ്ങളോട് യോജിക്കുകയും ചെയ്യുന്ന ആളാണ് വിജയ്, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തത് എന്ന് പറഞ്ഞു. കാമരാജ് ഡി എം കെ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം നിന്ന ആളല്ല. ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ഇതൊക്കെ വേണം, ചിലരൊക്കെ വ്യാഖ്യാനിച്ച് പറയും, പക്ഷേ കാമരാജ് ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. ഈ ഇപ്പം ദൈവവിശ്വാസത്തിന്റെ കാര്യം തന്നെ എടുത്താൽ വേണമെങ്കിൽ നമുക്ക് പറയാം, MGR രഹസ്യമായിട്ട് അമ്പലങ്ങളിലൊക്കെ പോകാൻ, ജയലളിത കുറച്ചുകൂടെ പരസ്യമായിട്ട് പോകാൻ. പക്ഷെ എങ്കിലും പരസ്യമായിട്ട് ആ ഐഡിയോളജിയെ തള്ളിപ്പറയാനുള്ള ധൈര്യം ഈ 2 പേർക്കും ഇല്ലായിരുന്നു. കരുണാനിധി താൻ നിരീശ്വരവാദിയാണ്, ഏത്തിസ്റ്റ് ആണ് എന്ന് തന്നെ പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ക്ഷേത്രത്തിൽ പോകുമെന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. സ്റ്റാലിനും ആ നിലപാട് തന്നെയാണ് എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യ നിലപാട് വ്യത്യസ്തമാണ്. സ്റ്റാലിന്റെ മകൻ ഉദയനിധി എനിക്ക് തോന്നുന്നത് പെന്തക്കോസ് വിശ്വാസിയാണ്, ക്രിസ്ത്യൻ വിശ്വാസിയാണെന്നാണ് ഞാൻ കരുതുന്നത്. വിജയ് പല വിശ്വാസങ്ങളും പല സമയത്ത് പലരും പറയുന്നുണ്ട്. ചിലർ പറയുന്നു അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസമാണെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് അതാണ്, നമുക്ക് മുഖവിലേക്ക് എടുക്കാം. അദ്ദേഹത്തിന്റെ മതം ഒരിടത്തും മതം എന്നുള്ള കോളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. ഇപ്പൊ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. അവിടെ കയറണമെങ്കിൽ ഞാൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതി വെക്കണം. അത് ചെയ്തിട്ടുണ്ടാവാം. അത് പക്ഷെ ഞാൻ അതിലേക്കല്ല നമ്മുടെ ഒരു ചർച്ച പോകുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഈ വിജയിയെ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ പേടിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു പിൻഗാമി അല്ല വിജയ്. തമിഴ്നാട്ടിലെ 67 മുതൽ 2026 വരെ തുടർന്നിരുന്ന ഭരണ സംവിധാനങ്ങൾ DMK ആകട്ടെ AIADMK ആകട്ടെ 2 കൂട്ടരും പിന്തുടരുന്ന ഒരേ ആശയത്തിൽ നിന്നും വ്യത്യസ്തമായ ആശയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് എന്നേക്കുമായിട്ട് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനും സ്റ്റാലിനും അധികാരത്തിൽ തിരിച്ചെത്താനുള്ള വഴി അടയ്ക്കും എന്നാണ് DMK ഏറ്റവും ഒടുവിൽ കരുതുന്നതെന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത്. ഇത് MG രാമേന്ദ്രൻ തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉണ്ടായ ഒരു അവസ്ഥ പോലായിരിക്കും. കാരണം പല രീതിയിൽ MG രാമേന്ദ്രനെ തോൽപ്പിക്കാൻ കരുണാനിധി ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നു. അവസാനം കരുണാനിധി അങ്ങ് നിശബ്ദനാവുന്ന ഒരു ഘട്ടമെത്തി. അത്ര പോപ്പുലറായി MGR അധികാരത്തിൽ വന്നതിന് ശേഷം ഒരിക്കലും തോറ്റിട്ടില്ല. ലോക്സഭാ ഇലക്ഷനിലും തോറ്റിട്ടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല, നിയമസഭാ ഇലക്ഷനിലും അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനം തോറ്റിട്ടില്ല. അതൊരു വല്ലാത്ത പ്രതിസന്ധി DMKക്ക് സൃഷ്ടിച്ചു. MGRന്റെ മരണമാണ് യഥാർത്ഥത്തിൽ DMK റിവൈവ് ചെയ്തത്. ഇതേ അവസ്ഥ വിജയ് മുഖ്യമന്ത്രിയായാൽ അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. MGR ഒന്നുമില്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ആശയം പരസ്യമായിട്ട് പിന്തുടർന്നില്ലെങ്കിലും തള്ളിക്കളയുന്ന ആളല്ലായിരുന്നു. ഇവിടെ അതല്ല, മറ്റൊരാൾ വരുന്നത് തള്ളിക്കളയുന്ന ആളാണ്. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്നെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നീട് ഇത് BJPക്ക് തമിഴ്നാട്ടിലേക്ക് വരാൻ കുറച്ചുകൂടി സഹായകരമായ അന്തരീക്ഷം തമിഴ്നാട്ടിൽ സൃഷ്ടിക്കും എന്ന് ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ഭയപ്പെടുന്നു. കാരണം ഈശ്വര വിശ്വാസത്തെ സ്വീകരിക്കുന്ന ഒരു പാർട്ടി, ആത്മീയ സെക്കുലറിസം, ആത്മീയ മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ ആത്മീയത ഇല്ലാത്ത മതനിരപേക്ഷതയിൽ നിന്നും ഒരു ചുവട് ആത്മീയ മതനിരപേക്ഷത BJPയുടെ ആശയത്തോട് അടുത്ത് നിൽക്കുകയാണ്. ഇനി അത് ഏത് ആത്മീയത ആകണം അല്ലെങ്കിൽ ഏത് മതമാകണം
എന്നുള്ള ചോദ്യമേ ഉള്ളൂ. മതം വേണ്ട എന്ന് പറയുന്നില്ല. ആത്മീയത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആത്മീയതയും മതവുമായിട്ട് കെട്ടുപിടഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ പറയും മതമില്ലാത്ത ആത്മീയത എന്നൊക്കെ ഭംഗിവാക്ക് നമുക്ക് പ്രസംഗിക്കാൻ കൊള്ളാമെങ്കിലും മതമില്ലാത്ത ആത്മീയത പ്രാക്ടീസ് ചെയ്യുന്നവർ ലോകത്തിൽ വളരെ ചെറിയ ശതമാനമേ. എല്ലാവരും മതമുള്ള ആത്മീയത തന്നെയാണ് പിന്തുടരുന്നത്. അപ്പോൾ രണ്ടും രണ്ട് സംഭവങ്ങളാണ്, അത് രണ്ടാശയങ്ങളാണ്. ആത്മീയതയ്ക്ക് മതം വേണമെന്നില്ല. ആത്മീയ ചിന്താഗതിയുള്ള ഒരാൾ ഒരു മതവും അദ്ദേഹത്തിന് വേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊക്കെ ആണെങ്കിലും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ആത്മീയത മതവും തമ്മിൽ ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു ദ്രാവിഡ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. CPM വിജയ്ക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഈ അടിസ്ഥാന നയപരിപാടികളിലുള്ള വ്യത്യസ്തത പലരും ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല, നേരത്തെ തന്നെ അങ്ങനെയായിരുന്നു. പക്ഷെ അവർ അത് സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരുപക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് അനുകൂലമാകുന്ന ഒരു എത്തുമോ എന്നുള്ള ഭയമായിരിക്കണം. ഇനി എന്താണ് ഇതിൻ്റെ ഒരു വരാനിരിക്കുന്ന സാധ്യതകളെന്നൂടെ ഞാനൊന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് നിർത്താം. വിജയ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് തന്നെ സർക്കാർ രൂപീകരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഭരണഘടനാപരമായിട്ടുള്ള തൻ്റെ അവകാശം ഗവർണർ നിഷേധിക്കുകയാണെങ്കിൽ 108 TVK MLA-മാരും രാജിവെക്കും എന്നാണ്. അതവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതായത് ഏതാണ്ട് ഒരു മിനി ഇലക്ഷൻ വീണ്ടും നടത്തേണ്ട വരും. ഒന്നാമത്തെ വിഷയം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, കാരണം വിജയ്ക്ക് ഇത്രയധികം സീറ്റ് നേടാൻ കഴിയുമെന്ന് ഇതുവരെ പലരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന തമിഴ്നാട്ടിൽ ഒരു ഇലക്ഷൻ നടന്നാൽ വിജയത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, തമിഴ്നാട് ഭരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നും TVK തമിഴ്നാട് ഭരിക്കാൻ പ്രാപ്തിയുള്ള പാർട്ടിയാണെന്നും തെളിയിച്ചിട്ടാണ് അവർ ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നത്. അവരോടൊരു വലിയ നീതികേട് കാണിച്ചു എന്നുള്ള ഒരു മുദ്രാവാക്യം വിജയ് ഉയർത്തിയാൽ വിജയ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടും. ഇനി വിജയ്ക്ക് വോട്ട് ചെയ്യാൻ, ഇതുവരെ വോട്ട് ചെയ്യാൻ മടിച്ചു നിന്നവർ പോലും തയ്യാറാവും. AIADMKയുടെയും DMKയുടെയും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാകും. ഒരുപക്ഷെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ TVKയിലേക്ക് ചേരാൻ തയ്യാറാകും. കാരണം TVK വിജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയാണ്. തമിഴ്നാട്ടിൽ 108 സീറ്റ് നേടിയ പാർട്ടി, ഒന്നും രണ്ടും അല്ല. അവർ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ, കൃത്യമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ വിജയ്ക്ക് ഒരു സാധ്യതയുണ്ട്. ഞാൻ ജയിക്കുമെന്നൊന്നും പറയുന്നില്ല, ഞാൻ ജ്യോതിഷനല്ല. പക്ഷേ എങ്കിലും രാഷ്ട്രീയ അവസ്ഥകൾ പരിഗണിക്കുമ്പോൾ ഈ ഒരു സാധ്യത നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം ശരിക്കും ഒരു വഴിത്തിരിവിൽ തന്നെയാണ്. എന്ത് സംഭവിക്കും, ഇതിനിടയ്ക്ക് AIADMK പിളരുമോ, അത് മറ്റൊരു ചോദ്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഭരണസ്ഥിരത വരും. പിന്നെ മാത്രമല്ല, വിജയുടെ MLA-മാർ കൂട്ടരാജി വെക്കുന്നു എന്ന് കണ്ടാൽ AIADMKയുടെയും DMKയുടെയും പല MLA-മാരും വിജയോടൊപ്പം ചേരാൻ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി ഒരു ഇലക്ഷനിൽ ഉടനെ മത്സരിച്ചാൽ ജയിക്കുമെന്ന് അവർക്ക് വിശ്വാസമില്ല. പല ആൾക്കാർക്കും ആ സംശയമുണ്ടാകും. ഇതൊക്കെ തന്നെ നിലവിലുള്ള നിയമസഭ നിലനിർത്താൻ അവർ ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ AIADMKയും DMKയും ഒരുമിച്ച് ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും എടപ്പാടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം എന്നാണ് തൽക്കാലം സ്റ്റാലിൻ സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ അത് അധിക നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്റ്റാലിനും പറ്റില്ല. കാരണം DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട്, അവർക്ക് രാഷ്ട്രീയ അജണ്ടകളുണ്ട്, നയപരിപാടികളുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ അനിശ്ചിതത്വത്തിൽ ഒരുപക്ഷെ വിജയ്ക്ക് കുറച്ച് MLA-മാരുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും ശരി, കൂടുതൽ പ്രവചനങ്ങൾക്കൊന്നും ഞാൻ മുതിരുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ വിശദാംശങ്ങൾ വെളിയിൽ വരുമ്പോൾ, തീരുമാനങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.